ഗ്രീഷ്മയുടെ അമ്മ ഇപ്പോൾ അലമുറയിട്ട് കരച്ചിലും ബഹളവും കാണാനെത്തുന്നവരോട് ആവലാതി പറച്ചിലും ഒക്കെയാണ്. എങ്ങനെയെങ്കിലും മകളെ തൂക്കുകയറിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും. ഹൈക്കോടതിയിൽ ഇവർ ഇനി പയറ്റാൻ പോകുന്നത് അമ്മയുടെ ഈ സമനില തെറ്റിയ അവസ്ഥകളും കൂടിയാണ്. അതായത് ഒറ്റ മകളാണല്ലോ, ആ മകളെ തൂക്കുകയറിന് വിട്ടുകൊടുക്കരുത് എന്നും ശിക്ഷയിൽ ഇളവുണ്ടാകണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അതിന് അമ്മ പാസം പുറത്തെടുക്കാനാണ് ഇപ്പോൾ അഭിഭാഷകന്റെയും അതുപോലെ തന്നെ ഗ്രീഷ്മയും ചേർന്ന് നടത്തുന്ന നാടകം. ആ നാടകം കളിക്ക് അമ്മ നല്ല ഒന്നാന്തരമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയാണോ എന്നുള്ള പരിഹാസം ശക്തമാകുകയാണ്. കേരളക്കരയുടെ നെഞ്ചു പൊട്ടുന്നത് ഗ്രീഷ്മയുടെ അമ്മയുടെ കരച്ചില് കണ്ടിട്ടല്ല, ഷാരോണിന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടാണ്. ആ കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ അമ്മ വിങ്ങി പൊട്ടുന്നതും പൊട്ടിക്കരയുന്നതും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. അതൊരു നോവായി തന്റെ മനസ്സിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ഈ നാടകം കളി അത് ഹൈക്കോടതിയിൽ തൂക്കുകയറിൽ നിന്ന് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയ്ക്കും കുരുക്കുമുറുകുന്നുണ്ട്. കോടതി വെറുതെ വിട്ടുവെങ്കിലും ഗ്രീഷ്മയുടെ അമ്മയും ഈ കേസിൽ പ്രതിയാണെന്നും അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഷാരോണിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീഷ്മ ചെയ്തു കൂട്ടിയതെല്ലാം അമ്മയുടെ കൂടി ഒത്താശയോടെയാണ് എന്ന ആരോപണമാണ് ഷാരോണിന്റെ കുടുംബം ഇറക്കുന്നത്. രാമവർമ്മൻ ചിറയിലെ അവരുടെ വീട് നേരത്തെ വിറ്റിരുന്നു. ഇപ്പോൾ സ്വന്തം അമ്മയ്ക്കൊപ്പമാണ് ഗ്രീഷ്മയുടെ മാതാവ് കഴിയുന്നത്. ഈ വീട്ടിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന്. ഗ്രീഷ്മയ്ക്കായി അപ്പീൽ സാധ്യതകൾ ആ കുടുംബം തേടുന്നുണ്ട്. ഷാരോൺ രാജ് വധക്കേസിൽ തൂക്കുകയർ ശിക്ഷ വിധിച്ച ഗ്രീഷ്മയുടെ മൂത്ത അമ്മാവൻ മരിച്ചത് 1 കൊല്ലം മുൻപാണ്. ഈ മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറുന്നതിനിടെയാണ് ഗ്രീഷ്മയുടെ വധശിക്ഷാ വിധിയും രാമവർമ്മൻ ചിറയിലെ കുടുംബത്തെ തേടിയെത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് സമൂഹത്തെ കാണിക്കാനുള്ള ചില നീക്കങ്ങളും കൂടിയാണ് ഈ കുടുംബം നടത്തുന്നത്. എന്നാൽ ഈ കുടുംബത്തെക്കുറിച്ച് അയൽവക്കത്തുള്ളവരും നാട്ടുകാരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗ്രീഷ്മ ഇത്രത്തോളം വലിയ ഒരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അവൾക്ക് കുടുംബത്തിന്റെ പൂർണ്ണമായ ഒത്താശ ഉണ്ടാകണം എന്ന്. അതായത് ഗ്രീഷ്മയുടെ അമ്മാവന്മാരൊക്കെ തന്നെ അത്ര നല്ല ആൾക്കാരല്ല എന്നാണ് ഈ അയൽവക്കത്തുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ. 1 വർഷത്തിനിടെയാണ് മൂത്ത അമ്മാവനായ വിജയകുമാരൻ നായരുടെ മരണം സംഭവിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് 3 സഹോദരങ്ങളാണുള്ളത്, 1 ചേച്ചിയും 2 സഹോദരന്മാരും. ഇതിൽ മൂത്തയാളായിരുന്നു കുടുംബ കാരണവർ. കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും നോക്കി നടത്തിയത് ഈ അമ്മാവനായിരുന്നു. വിജയകുമാരൻ നായരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇളയ സഹോദരൻ നിർമ്മലകുമാരൻ നായരുടെ പോലും പ്രവർത്തനങ്ങൾ. ഷാരോൺ രാജിന്റെ മരണത്തിന് പിന്നിലും കുടുംബ ഗൂഢാലോചന സംശയിക്കുന്നവരുണ്ട്. ഈ കുടുംബത്തിലുള്ളവർ എല്ലാവരും തന്നെ ഈ കൊലപാതകത്തിന്റെ കണ്ണികളാണ് എന്നാണ് പറയുന്നത്. കുടുംബത്തെ പ്രധാനികൾക്കെല്ലാം മുൻകൂട്ടി സംഭവം അറിയാമായിരുന്നു എന്ന വിലയിരുത്തൽ ഉയരുകയാണ്. എന്നാൽ പോലീസ് അന്വേഷണം ആ തലത്തിലേക്ക് പോയിട്ടില്ല. ഗ്രീഷ്മയുടെ അമ്മയും കേസിൽ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു. അവർ കേസിൽ 2ാം പ്രതിയായിരുന്നു. എന്നാൽ കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പ്രത്യക്ഷ തെളിവില്ലാത്തത് കൊണ്ടായിരുന്നു കോടതിയുടെ ഈ നീക്കം. ഗ്രീഷ്മയുടെ വല്യമ്മാവനെ പോലീസ് പ്രതി പോലും ആക്കിയിട്ടില്ല. തെളിവുകളുടെ അഭാവം തിരിച്ചറിഞ്ഞായിരുന്നു ഇതെന്ന വിലയിരുത്തലുണ്ട്. പുറത്തുനിന്നും ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്കായി നിയമയുദ്ധത്തിനടക്കം നേതൃത്വം നൽകിയത് വല്യമ്മാവനായിരുന്നു. ഇയാളാണ് 1 കൊല്ലത്തിന് മുൻപ് മരിച്ചു പോകുന്നത്. അതായത് ഈ കുടുംബത്തോടെ അത്ര വെടിപ്പല്ല എന്ന് ഇവരെ അറിയുന്ന ആൾക്കാർ തന്നെ പറയുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ അമ്മ ഒരു നല്ല നാടകം കളിയും കൂടി തുടങ്ങി വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുൻപുള്ള റിഹേഴ്സൽ നല്ല ഒന്നാന്തരമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയാണത്രേ അമ്മ. ഗ്രീഷ്മയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ അഭിഭാഷകനും കണ്ടെത്തിയിരിക്കുന്ന മാർഗം അമ്മ തന്നെയാണ്. അതായത് അമ്മ ഹൈക്കോടതിക്ക് മുന്നിൽ നല്ല ഒന്നാന്തരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കണം. അതാണ് ഡീല്. മകളെ രക്ഷിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഈ അമ്മ തയ്യാറാണ്. ഒറ്റ മകളാണ്, അവൾ നല്ലതുപോലെ പഠിക്കും, അവൾ ഇല്ലാതായാൽ ഞങ്ങൾക്ക് മറ്റാരുമില്ല എന്നുള്ള ചില വൈകാരികമായ ഇടപെടലുകൾ ഈ അമ്മയിൽ നിന്ന് ഉണ്ടാകണം.
ഇത് മാത്രമല്ല, നിയമ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ള ശിക്ഷ അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാറുമെന്ന്, പ്രത്യേകിച്ച് അവരുടെ പ്രായമൊക്കെ പരിഗണിക്കും എന്നും നിയമ വിദഗ്ധരാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത്. അതിന്റെ കൂടെയാണ് ഹൈക്കോടതിക്കും ഒരല്പമെങ്കിലും ദയ തോന്നുന്നതിന് വേണ്ടി ഗ്രീഷ്മയുടെ അമ്മയെ ഇറക്കാനുള്ള നീക്കവും.